ഈ അടുത്ത നാളുകളിലായി ഒരുപാട് അതിജീവിതന്മാർ പ്രത്യക്ഷപ്പെടുന്നു. ആണുങ്ങൾക്കെതിരെ പരാതി കൊടുക്കുന്നു. പീഡിപ്പിച്ചു എന്ന പരാതി. ഈ പീഡിപ്പിച്ചു എന്ന പരാതി കിട്ടുമ്പോഴേക്ക് സമൂഹത്തിന് മുന്നിൽ ഈ ആണുങ്ങൾ കുറ്റവാളികളായി പ്രഖ്യാപിക്കപ്പെടുന്നു. പരാതി കൊടുക്കുന്ന സ്ത്രീകൾ അതിജീവിതകൾ. പരാതി കൊടുക്കുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മൾ മിണ്ടാനേ പാടില്ല. പരാതി കൊടുക്കുന്ന സ്ത്രീകളെ കുറിച്ച് നമ്മൾ മിണ്ടാൻ പാടില്ല, ചോദ്യങ്ങൾ ചോദിക്കാൻ പാടില്ല. അവർ പറയുന്നത് മുഴുവനും നമ്മൾ വിശ്വസിക്കണം. അവർ ആരെക്കുറിച്ചാണോ പരാതി പറയുന്നത് അയാളെ നമ്മൾ കുറ്റക്കാരനായി കാണണം. കോടതി പറയുന്നതിന് മുമ്പേ നമ്മൾ കുറ്റക്കാരനായി കാണണം. ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യത്വരഹിതമായ ഒരു കാര്യം. അപ്പോഴാണ് രാഹുൽ ഈശ്വർ ഇവിടെ ഒരു മെൻസ് കമ്മീഷൻ വേണം, പുരുഷ കമ്മീഷൻ വേണം, പീഡിപ്പിക്കപ്പെടുന്ന പുരുഷന്മാർക്ക് അവർക്ക് നീതി ലഭ്യമാക്കാൻ വേണ്ടിയിട്ട് ഒരു പുരുഷ കമ്മീഷൻ വേണമെന്ന് രാഹുൽ ഈശ്വർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിലാണ്. ഇന്ന് ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ്. കോഴിക്കോട്ടെ ഒരു ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്യുന്നു. ദീപക് എന്നു പേരുള്ള കോഴിക്കോട് സ്വദേശി, അച്ഛന്റെയും അമ്മയുടെയും ഏക മകൻ ആത്മഹത്യ ചെയ്യുകയാണ്. കാരണം ഇയാള് ഒരു സ്ത്രീയെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഈ സ്ത്രീ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇടുകയാണ്, അതിന്റെ വീഡിയോ ഇടുകയാണ്. എവിടെ വെച്ചിട്ടാണ് പീഡിപ്പിച്ചത്? ബസ്സിൽ, തിരക്ക് പിടിച്ചൊരു ബസ്സിൽ ഒരു കയ്യിൽ എന്തോ സാധന സാമഗ്രികളുമായി ഈ യുവാവ് കമ്പിയിൽ പിടിച്ചു നിൽക്കുകയാണ്. അതിന്റെ തൊട്ട് പിന്നിലാണ് ഈ സ്ത്രീ നിൽക്കുന്നത്. ബസ്സിലാണല്ലോ. ബസ്സിൽ പോകുമ്പോൾ സ്വാഭാവികമായും ബസ് ബ്രേക്ക് ഇടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകുകയും ഒക്കെ ചെയ്യും, പരസ്പരം സ്പർശിക്കും ഒക്കെ വളരെ സ്വാഭാവികമാണ്. ഈ സ്ത്രീ അതെല്ലാം മൊബൈലിൽ പകർത്തുകയാണ്, അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയാണ്. 1-2 ദിവസത്തിന് ശേഷം ഈ യുവാവ് അറിയുകയാണ് താൻ ഒരു യുവതിയെ പീഡിപ്പിച്ചു എന്ന്. ആ യുവതി ഈ കുറെ വീഡിയോ ചിത്രങ്ങളടക്കം പോസ്റ്റ് ചെയ്തിരിക്കുന്നു. ഈ യുവാവ് അറിഞ്ഞേയില്ലാത്ത എന്ന് പറഞ്ഞാൽ ഒരു ഉദ്ദേശവും ഇല്ലായിരുന്നു യുവാവിന്. വളരെ സ്വാഭാവികമായി ഒരു യാത്രക്കിടെ ഉണ്ടായ ചില സ്പർശങ്ങൾ, അതൊരിക്കലും പീഡനമായിരുന്നില്ല. പക്ഷെ ഇത് പീഡനമാണ് എന്ന് വരുത്തി തീർക്കാൻ ഈ സ്ത്രീ അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുന്നു. ആ വീഡിയോ വൈറലാവുന്നു. യുവാവ് ആകെ അവഹേളിതനായി പുറത്തിറങ്ങാൻ മടിച്ചുകൊണ്ട് ആ യുവാവ് ആത്മഹത്യ ചെയ്തു. ആ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പ് ആ വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് രാഹുൽ ഈശ്വറിന്റെ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു. ആ രാഹുൽ ഈശ്വറിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ്. രാഹുൽ ഈശ്വർ ഒരു കംപ്ലൈന്റ് കൊടുത്തതാണ് കേട്ടോ. രാഹുൽ ഈശ്വർ DGPക്ക് ഒരു പരാതി നൽകിയിരിക്കുകയാണ്. മുഖ്യമന്ത്രിക്കും DGPക്കും ഈ ഒരു സംഭവം വെച്ചിട്ട് രാഹുൽ ഈശ്വർ ഒരു പരാതി നൽകുന്നു. ആ പരാതിയിൽ ഇങ്ങനെയാണ് പറയുന്നത്: ഡിയർ സർ, ദീപക് എന്ന യുവാവിന്റെ ആത്മഹത്യയുടെ വാർത്തകൾ മുഖ്യധാരാ മാധ്യമങ്ങളിൽ വരുന്നുണ്ട്. അതിന്റെ ലിങ്ക് ചേർക്കുന്നു. അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റില്. കഴിഞ്ഞ ദിവസം ഒരു വ്യാജ വീഡിയോ ഒരു പെൺകുട്ടി പ്രചരിപ്പിച്ചത് കൊണ്ടാണ് എന്നാണ് വിശ്വസനീയമായ മുഖ്യധാരാ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ദീപക് ആത്മഹത്യ ചെയ്തതിനാൽ BNS 108 വകുപ്പ് പ്രകാരം വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച പെൺകുട്ടിക്കെതിരെ അടിയന്തരമായി നിയമ നടപടികൾ സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. ദീപകിന്റെ കുടുംബത്തിന് നിയമസഹായം, സാമ്പത്തിക സഹായം എന്നിവ ലഭ്യമാക്കണം. ഞാൻ രാഹുൽ ഈശ്വർ, മെൻസ് കമ്മീഷൻ ആക്ടിവിസ്റ്റ് ആണ്. നിയമ സംവിധാനം അനുശാസിക്കുന്ന രീതിയിൽ എല്ലാ സഹകരണവും നൽകാൻ ഞാൻ തയ്യാറാണ്. ഇത്രയുമാണ് രാഹുൽ ഈശ്വർ DGPക്കും മുഖ്യമന്ത്രിക്കും നൽകിയിരിക്കുന്ന പരാതി. അത് കഴിഞ്ഞിട്ട് ഈ വാർത്ത നമ്മുടെ മുഖ്യധാര ചാനലുകളൊക്കെ, ഓൺലൈൻ മീഡിയകളൊക്കെ ഈ വാർത്ത ഇങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്തത്: സാമൂഹിക മാധ്യമങ്ങളിലൂടെ ദൃശ്യം പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് മരിച്ചത് ദീപക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാട്ടി എന്നായിരുന്നു യുവതിയുടെ ആരോപണം. തിരക്കുള്ള ബസ്സിൽ സഞ്ചരിക്കുന്നതിനിടെ യുവതി ചിത്രീകരിച്ച വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചതിന് പിന്നാലെയാണ് യുവാവ് ജീവനൊടുക്കിയത്. വസ്തുതാവിരുദ്ധമായ പ്രചാരണമാണ് യുവതി സമൂഹ മാധ്യമങ്ങളിൽ നടത്തിയത് എന്നും ദീപക് കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ദീപക് ജീവനൊടുക്കിയത് അധിക്ഷേപത്തെ തുടർന്ന് ആണ് എന്നും കുടുംബം പറയുന്നു.
ഒരു പ്രശ്നത്തിലും ഇടപെടാത്ത ആളായിരുന്നു ദീപക് എന്ന് ബന്ധു പറയുന്നു. ആ അച്ഛനും അമ്മയ്ക്കും മറ്റാരുമില്ല. കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ യുവതി ശ്രമം നടത്തുന്നതായിട്ടാണ് കാണാൻ സാധിച്ചത് എന്ന് ഈ സുഹൃത്ത് ആരോപിക്കുന്നു. ഇന്ന് രാവിലെയാണ് ദീപകിനെ ഗോവിന്ദപുരത്തെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. രാവിലെ വിളിച്ചപ്പോൾ വാതിൽ തുറന്നില്ല. തുടർന്ന് നാട്ടുകാരെത്തി വാതിൽ ബലമായി കുത്തി തുറന്നപ്പോഴാണ് തൂങ്ങി നിൽക്കുന്ന ദീപകിനെ കണ്ടത്. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തിയാണ് തുടർ നടപടികൾ സ്വീകരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. ഇവിടുത്തെ വസ്ത്രവ്യാപാരശാലയിലെ സെയിൽസ് മാനേജറാണ് ദീപക്. അതുമായി ബന്ധപ്പെട്ട് പല സ്ഥലങ്ങളിലും പോകേണ്ടി വരാറുണ്ട്. കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ണൂരിൽ പോയിരുന്നു. അന്ന് ബസ്സിൽ വെച്ച് ഒരു സ്ത്രീയോട് അപമര്യാദയെ പെരുമാറി എന്ന തരത്തിലാണ് വീഡിയോ പ്രചരിച്ചത്. ഇത് വ്യാപകമായി പ്രചരിക്കുകയും പലരും അഭിപ്രായം രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഇത് കണ്ട ദീപക് വളരെ മനോവിഷമത്തിലായിരുന്നു എന്ന് ബന്ധുക്കളും സുഹൃത്തുക്കളും പറയുന്നു. ഇന്നലെ രാത്രിയും ഇക്കാര്യത്തെക്കുറിച്ച് സുഹൃത്തുക്കളുമായി സംസാരിച്ചിരുന്നു. അതിനുശേഷമാണ് മരണം സംഭവിച്ചത്. ദീപകുമായി ബന്ധപ്പെട്ട് ഇതുവരെ പരാതികളോ കേസുകളോ ഒന്നും ഉണ്ടായിട്ടില്ലെന്ന് ബന്ധുക്കളും ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ഉടമയും പറയുന്നു. 7 വർഷമായി ഈ സ്ഥാപനത്തിലെ ജീവനക്കാരനായിരുന്നു ദീപക്. ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിൽ ദീപക് മനോവിഷമത്തിലായിരുന്നു എന്നും മരണത്തിലേക്ക് നയിച്ചതിന് പിന്നിലെ കാരണം ഇതാണ് എന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു. ഇത്രയുമാണ് ആ വാർത്ത കേട്ടോ. ഈ വാർത്തയെ തുടർന്ന് അഞ്ജു പാർവതി പ്രബീഷ് എന്ന മാധ്യമപ്രവർത്തക വളരെ രൂക്ഷമായ ഭാഷയിൽ, സാധാരണ ഇത്തരത്തിലുള്ള വാർത്തകളോ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അഞ്ജു പാർവതി പ്രബീഷ് വളരെ ശക്തമായി തന്നെ പ്രതികരിക്കാറുണ്ട്. അഞ്ജുവിന്റെ ഏറ്റവും ശക്തമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കൂടി ഞാൻ കണ്ടു. അതുകൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ നിങ്ങൾക്ക് വേണ്ടി ഇത് പങ്കുവെക്കുകയാണ്. അഞ്ജു പാർവതി പ്രബീഷ് എഴുതുന്നത് ഇങ്ങനെയാണ്: അങ്ങനെ വൈറലാവാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരുത്തിയുടെ വീഡിയോ കാരണം ഒരു ജീവൻ ഇല്ലാതായിരിക്കുന്നു. സമാധാനമായി കാണുമല്ലോ. സ്ത്രീകളുടെ മൊത്തം അട്ടിപ്പേറവകാശം എടുത്ത് കക്ഷത്തിൽ വെച്ച് കാണുന്ന പുരുഷന്മാരുടെയൊക്കെ നെഞ്ചത്ത് കയറാൻ നടക്കുന്ന കുറെ ഫേക്ക് ഫെമിനിസ്റ്റുകൾക്കും അവളുടെ പാവാടവള്ളിയിൽ തൂങ്ങി ആടുന്ന കുറെ അവന്മാർക്കും കുറെ നാളായി പറയുന്ന വിഷയമാണ് വിമൻസ് കാർഡ് എടുത്തു വീശി ആണിന്റെ ജീവിതം കുഴിച്ച് കുളം തോണ്ടാൻ ഇറങ്ങിയിരിക്കുന്ന കുറെ പരീക്ഷകൾ കാരണം കുറെ ആണുങ്ങളുടെ പുക കാണേണ്ടി വരുമെന്ന്. രാഹുൽ ഈശ്വർ പറയുന്ന ആ പുരുഷ കമ്മീഷൻ ഇവിടെ സത്യത്തിൽ നടപ്പാക്കണം. അല്ലെങ്കിൽ ഈ തരത്തിലുള്ള നാരിമാർ ഒരുമ്പെട്ട് പുരുഷകുലത്തിന്റെ നാരായ വേര് തന്നെ അറുക്കും. പലപ്പോഴും നാം കാണുന്ന അല്ലെങ്കിൽ നാം കേൾക്കുന്ന പല പീഡന കഥകളും പിന്നീട് ഫാബ്രിക്കേറ്റഡ് അല്ലെങ്കിൽ കുക്ക്ഡ് അപ്പ് സ്റ്റോറികളാണ് എന്ന് തെളിയാറുണ്ട്. അപ്പോഴൊക്കെ ആരെങ്കിലും ആരോപണ വിധേയനായ പുരുഷൻ അയാളുടെ അവസ്ഥ അതിനെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഇല്ല. ഒരു ആരോപണം വന്നാൽ ഉടൻ വെണ്ടയ്ക്ക വലുപ്പത്തിൽ ആണിന്റെ ഫോട്ടോ സഹിതം അച്ചിട്ട് നിരത്തുന്ന, അയാളുടെ വകയിലത്തെ കുഞ്ഞമ്മയുടെ വീട്ടഡ്രസ് വരെ പരസ്യപ്പെടുത്തുന്ന മീഡിയ അയാൾ തെറ്റുകാരൻ അല്ലെന്ന് തെളിയുമ്പോൾ അതേക്കുറിച്ച് എഴുതി കണ്ടിട്ടുണ്ടോ? ശരിയല്ലേ? നമ്മുടെ സംവിധായകൻ രഞ്ജിത്ത് ഉണ്ടല്ലോ, സംവിധായകൻ രഞ്ജിത്തിനെതിരെ ഒരു ബംഗാളി നടി രഞ്ജിത്ത് പീഡിപ്പിച്ചു. ഏതൊരു സിനിമയുടെ എന്താ പറയാ, സിനിമ സെറ്റിൽ വെച്ചിട്ട് ഒരു ബംഗാളി നടിയെ ഈ രഞ്ജിത്ത് പീഡിപ്പിച്ചു എന്നും പറഞ്ഞു കണ്ട ഒരു പരാതി നിങ്ങളുടെ എല്ലാവരും ശ്രദ്ധയിലുണ്ടാവും. സംവിധായകൻ രഞ്ജിത്തിനെ ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ചലച്ചിത്ര അക്കാദമിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയതല്ല, രഞ്ജിത്ത് രാജിവെച്ചു. രഞ്ജിത്തിന്റെ വലിയ ഫോട്ടോകള്, രഞ്ജിത്തിന്റെ സ്ത്രീ പീഡന കഥകളൊക്കെ പത്രങ്ങൾ, ചാനലുകൾ എല്ലാം പറഞ്ഞു. അവസാനം പോലീസ് അന്വേഷണത്തിൽ അതിലൊരു കഥയുമില്ല എന്നും രഞ്ജിത്ത് പീഡിപ്പിച്ചിട്ടില്ല എന്നും വ്യക്തമായി ചെന്നിത്തലയെ കുറ്റവിമുക്തനാക്കി. ആ വാർത്ത നിങ്ങൾ ആരെയും കണ്ടിരുന്നു? കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഒന്നോ രണ്ടോ പത്രങ്ങളിൽ വളരെ ചെറുതായിട്ട് ആ വാർത്ത കൊടുത്തു. ഈ പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ത്രീയെ, ആ സ്ത്രീക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായോ? ഇല്ല. അപ്പോ ഒരു സ്ത്രീ ഒരു പുരുഷനെ അയാൾക്കെതിരെ പീഡന പരാതി നൽകിയാൽ ആ പീഡന പരാതിയിൽ കാമ്പുണ്ടോ കടമ്പുണ്ടോ യാഥാർത്ഥ്യമാണോ എന്നൊക്കെ അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ മീഡിയ ആ കുറ്റാരോപിതനെ കുറ്റക്കാരനായാൽ പ്രഖ്യാപിക്കും. ഒരു കോടതിയേക്കാൾ ഒരു സൂപ്പർ കോടതി ചമഞ്ഞുകൊണ്ട് അയാളാണ് കുറ്റക്കാരനായിട്ട് പ്രഖ്യാപിച്ച് അയാളുടെ പടം, അയാളുടെ എല്ലാവിധ ചരിത്രങ്ങളും പബ്ലിഷ് ചെയ്യുന്നു. ഒടുക്കം കോടതികള് ഇതിൽ ഒരു വസ്തുതയുമില്ല. നമുക്കറിയാലോ ദിലീപിന്റെ കാര്യം അല്ലേ? ആ ദിലീപിനെ 85 ദിവസമാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 4-5 ദിവസമായി ജയിലിൽ കഴിയുന്നു. ദിലീപ് 85 ദിവസമാണ് ദിലീപിനെ ജയിലിൽ പൂട്ടിയത്. അവസാനം എന്താ സംഭവിച്ചത്? ദിലീപ് ഈ കേസിൽ
നിരപരാധിയാണ് എന്ന് പറഞ്ഞ് കോടതി വെറുതെ വിട്ടു. എന്നിട്ട് പോലും ഇവിടുത്തെ സ്ത്രീപക്ഷവാദികള്, ഫെമിനിസ്റ്റുകള് ആ വിധി പ്രഖ്യാപിച്ച ജഡ്ജിനെതിരെ അട്ടഹാസം മുഴക്കിക്കൊണ്ടിരിക്കുകയാണ്. ജഡ്ജി പക്ഷപാതപരമായി പെരുമാറി. ആ കേസില് പൾസർ സുനി ഉൾപ്പെടെ പ്രധാന പ്രതികളെ മുഴുവൻ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. 6-7 പ്രതികൾക്ക് ജീവപര്യന്തം ശിക്ഷ ഉറപ്പാക്കി. ജീവപര്യന്തമല്ല, 10 വർഷത്തെ ശിക്ഷ ഉറപ്പാക്കി. അതുകൊണ്ടൊന്നും അവർ തൃപ്തരല്ല. അവർക്ക് ആവശ്യം അവരെയൊക്കെ വെറുതെ വിട്ടാലും ദിലീപിനെ ശിക്ഷിക്കണം. ഇവരാണോ കോടതികൾ? അപ്പൊ കോടതികൾ പറഞ്ഞാലൊന്നും ഇവർക്ക് ഒരു കാര്യവുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ മീഡിയ, നമ്മുടെ പൊതുസമൂഹം ഇത്തരത്തിലുള്ള കേസുകളെ എടുക്കുന്നത്. അതാണ് അഞ്ജു പാർവതി പറയുന്നത്. അയാൾ തെറ്റുകാരനല്ലെന്ന് തെളിയുമ്പോൾ അതേക്കുറിച്ച് എഴുതി കണ്ടിട്ടുണ്ടോ ഈ മീഡിയ? ഇല്ല, നമ്മൾ കണ്ടിട്ടില്ല. അതാണ് ഇവിടുത്തെ ടോക്സിക് ആയിട്ടുള്ള സാമൂഹ്യ വ്യവസ്ഥ. ആരോപണം തെറ്റാണ് എന്ന് തെളിഞ്ഞാൽ പോലും അങ്ങനൊന്നും ഉണ്ടാക്കിയ പെണ്ണിന് ഒന്നും സംഭവിക്കുന്നില്ല. അപ്പോൾ ഒരു പുരുഷനെതിരെ ഒരു ആരോപണം ഉന്നയിച്ച് ആ ആരോപണം വ്യാജ ആരോപണമാണെന്ന് തെളിഞ്ഞാൽ പോലും ആ പെണ്ണിനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ചതിന് കേസെടുക്കാറില്ല. കേസെടുക്കേണ്ടതല്ലേ? അങ്ങനെ കേസെടുത്തിരുന്നുവെങ്കിൽ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ ഉണ്ടാവുമായിരുന്നില്ല. ഇപ്പൊ എന്താണ്? ഇപ്പോ ഇലക്ഷൻ തിരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ എതിർ രാഷ്ട്രീയ പാർട്ടിയിലെ യുവ നേതാക്കൾക്കെതിരെ പെണ്ണു കേസുകൾ, ഇല്ലാത്ത ആരോപണങ്ങൾ, വ്യാജ ആരോപണങ്ങൾ ആർക്കും ഉന്നയിക്കാം. പരാതിക്കാരി ആരാണെന്ന് പോലും അറിയണ്ട. ഏറ്റവും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന 3ാമത്തെ പരാതിയിൽ ഈ പരാതിക്കാരി ആരാണെന്ന് അറിയില്ല, പോലീസുകാർ കണ്ടിട്ടില്ല. അവർ കാനഡയിൽ നിന്ന് ഒരു ഇമെയിൽ ഒരു പരാതി അയക്കുകയാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു പരാതി വന്നു കഴിഞ്ഞാൽ 3ാം ദിവസം, അങ്ങനെ ഒരു ഇമെയിൽ പരാതി കിട്ടിയാൽ 3ാം ദിവസം പരാതിക്കാരി നേരിട്ട് വന്ന് ആ പരാതിയുടെ പ്രിന്റ് ഔട്ടിൽ ഒപ്പിട്ട് കൊടുക്കേണ്ടതാണ്. അവരുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതാണ്. അവരുടെ മെഡിക്കൽ പരിശോധന നടത്തേണ്ടതാണ്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ ഈ കുറ്റാരോപിതനെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. നേരെ മറിച്ച് ഇമെയിലിലൂടെ ഒരു പരാതി വന്ന് നിമിഷങ്ങൾക്കകം പാതിരാത്രി പോയി റൂം വളഞ്ഞ് പിടിച്ചുകൊണ്ടുവരികയാണ്. അതേസമയത്ത് PT കുഞ്ഞുമുഹമ്മദ് എന്ന് പറയുന്ന ഇടതുപക്ഷ സഹയാത്രികൻ ഒരു നവാഗത സംവിധായകയെ തന്നെ മുറിയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതല്ല. ആ നവാഗത സംവിധായിക ഒരു സിനിമ പ്രിന്റ് ഔട്ടുമായി എത്തി, അല്ലെങ്കിൽ ഈ ചലച്ചിത്രമേളയിൽ പങ്കെടുക്കാനുള്ള അപേക്ഷയുമായി എത്തിയപ്പോഴാണ് അവളെ കയറി പിടിക്കുന്നത്, ബലാത്സംഗം ചെയ്യുന്നത്. ആ നവാഗത സംവിധായിക മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തപ്പോൾ മുഖ്യമന്ത്രി 8 ദിവസം ആ പരാതി പൂഴ്ത്തിവെച്ചു. കാരണം എന്താ? കാരണം അത് ഇടതുപക്ഷ സഹയാത്രികനാണ്, CPM-ന്റെ മുൻ MLA ആണ്. അപ്പൊ CPM-കാർക്ക് പീഡിപ്പിക്കാം, അതിൽ കേസെടുക്കാൻ ഒരു നിർബന്ധവുമില്ല. നേരെ മറിച്ച് ആദ്യത്തെ പരാതിക്കാരി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തപ്പോൾ ആ നിമിഷങ്ങൾക്കകമാണ് പോലീസ് എത്തിയത്, ക്രൈംബ്രാഞ്ച് സംഘം എത്തി, തെളിവെടുപ്പായി, അന്വേഷണമായി, സമാന്തരമായി തന്നെ DYFI-കാർക്ക്, CPM-കാർക്ക് ഒക്കെ ഈ അറിയിപ്പ് പോയി. അവരുടൻ തന്നെ പന്തം കൊളുത്തി പ്രകടനവുമായി രംഗത്തിറങ്ങി. അങ്ങനെ ആകെ ബഹളമയം. ഇതാണ് പെണ്ണ് കേസുകളാണ് ഇവിടെ രാഷ്ട്രീയ പകപോക്കലിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ, വ്യാജ പരാതികൾ, ഈ ദീപക് എന്ന് പറയുന്ന യുവാവ് ആത്മഹത്യ ചെയ്യാനിടയായ പോലുള്ള സംഭവങ്ങൾ. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തില് ഓരോ തെളിവെടുപ്പിലും രാഹുൽ മാങ്കൂട്ടത്തിൽ തല ഉയർത്തി പിടിച്ചുകൊണ്ടാണ് നടക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് അറിയാം താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. പിണറായി പോലീസ് തന്നെ കൊണ്ടു നടക്കട്ടെ, കലാകാലങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ലല്ലോ, കോടതികളുണ്ടല്ലോ. കോടതികൾ തന്നെ സ്വതന്ത്രനാക്കും, തന്നെ കുറ്റവിമുക്തനാക്കും എന്ന് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അയാളുടെ മുഖത്തുള്ള ആ നിശ്ചയദാർഢ്യം, ആ ഒരു ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്കറിയാം. ഒരു കുറ്റവാളിയുടെ മുഖമല്ല, ഒരു കുറ്റവാളിയുടെ ബോഡി ലാംഗ്വേജ് അല്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെത്. അഭിമാനപൂർവ്വം തല ഉയർത്തി പിടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം നടക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയാം താൻ ഒരു കുറ്റവും ചെയ്തിട്ടില്ല. ഒരു സ്ത്രീയുമായി, പ്രായപൂർത്തിയായ ഒരു സ്ത്രീയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ശിക്ഷിക്കപ്പെടാവുന്ന ഒരു വകുപ്പല്ല. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്, അഞ്ജു പാർവതി പ്രബീഷ് എഴുതിയ ഈ ഒരു വളരെ വളരെ ദൈർഘ്യമുള്ള ഒരു പോസ്റ്റാണിത്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. അപ്പോൾ ഈ തരത്തിൽ ശക്തമായ പ്രതികരണങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് സ്മിത സൈലേഷ് എന്ന് പറയുന്നത് തൃശ്ശൂരിലെ ഈ ഫേസ്ബുക്കിലൂടെയൊക്കെ കവിതകൾ എഴുതുന്ന,
ഒരുപക്ഷെ ഇപ്പോഴത്തെ ഈ യുവ കവയിത്രികളിൽ വെച്ചിട്ട് ഏറ്റവും പ്രമുഖയായ ഒരു കവയിത്രിയാണ് സ്മിത സൈലേഷ്. സ്മിത സൈലേഷിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ്, അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെയാണ്. പയ്യന്നൂർ പ്രൈവറ്റ് ബസ്സിൽ നടന്ന ലൈംഗിക അതിക്രമം എന്ന പേരിൽ സാമൂഹിക മാധ്യമത്തിലൂടെ യുവതി പ്രചരിപ്പിച്ച വീഡിയോ ഒരാളുടെ ജീവൻ എടുത്തിരിക്കുന്നു. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക്കാണ് ആത്മഹത്യ ചെയ്തത്. പെൺകുട്ടി പങ്കുവെച്ച വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒന്നുണ്ട്. ഒന്ന്, പെൺകുട്ടി നിൽക്കുന്നത് ആ യുവാവിന് പുറകിലാണ്. ആ വീഡിയോ വ്യക്തമായി കണ്ട ശേഷമാണ് സ്മിത സൈലേഷ് ഈ കുറിപ്പ് എഴുതുക കേട്ടോ. സ്മിത സൈലേഷ് പറയുകയാണ്, ആ പെൺകുട്ടി പങ്കുവെച്ച വീഡിയോയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്ന ഒന്നുണ്ട്. പെൺകുട്ടി നിൽക്കുന്നത് ആ യുവാവിന്റെ പുറകിലാണ്. അയാൾ തിരിഞ്ഞു നിന്ന് പെൺകുട്ടിയെ ആക്രമിക്കുകയല്ല എന്ന് വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവും. മറ്റൊന്ന്, അതുപോലൊരു വീഡിയോക്ക് വേണ്ടി നേരത്തെ തന്നെ സജ്ജയായി നിൽക്കുകയാണ് എന്നും മനസ്സിലാകും. എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ ഈ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊബൈലൊക്കെ ശരിയാക്കി അതിനനുസരിച്ച് ക്രിയേറ്റ് ചെയ്യുകയാണ് യുവതി എന്ന് കണ്ടാൽ മനസ്സിലാവും. പെൺകുട്ടി ആഗ്രഹിക്കുന്ന കോണ്ടന്റ് ലഭിക്കുന്നതിന് വേണ്ടി അവർ തന്നെ തന്റെ പൊസിഷൻ അതിന് അനുകൂലമാക്കി മാറ്റുന്നതും കാണാം. ഈ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ത്രീ തന്റെ ശരീരം അതിന് അനുകൂലമാക്കി മാറ്റുന്നു, ആ പുരുഷനെ കൊണ്ട് തന്നെ സ്പർശിപ്പിക്കാൻ വേണ്ടിയിട്ട്. മറ്റൊന്ന്, ആ കോണ്ടന്റ് വീഡിയോയിൽ പകർത്തുന്ന സമയത്ത് ആ സ്ത്രീയുടെ മുഖത്ത് തെളിയുന്ന ചിരിയാണ്. ആ വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. അതായത് ഒരു പുരുഷൻ തന്റെ ശരീരം സ്പർശിക്കുമ്പോൾ സ്വാഭാവികമായും ആ സ്ത്രീയുടെ മുഖത്ത് ഒരു ഞെട്ടലോ പരിഭ്രമമോ ഒക്കെ ഉണ്ടാവുന്നത്. അതുപോലെ സ്ത്രീ ചിരിച്ചുകൊണ്ടാണ് ഈ ദൃശ്യം പകർത്തുന്നത്. ഒരു പുരുഷന്റെ ഭാഗത്തു നിന്നും ശാരീരിക ആക്രമണം നേരിടുന്ന ഒരു സ്ത്രീയുടെ മുഖത്തും തെളിയാനിടയില്ലാത്ത ഗൂഢസ്മിതം. സാധാരണ പെണ്ണുങ്ങൾക്കൊക്കെ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ബസ്സിലൊക്കെ, തിയേറ്ററിലും ബസ്സിലുമൊക്കെ, തിരക്കുള്ള ഇടങ്ങളിലൊക്കെയും ഒരു തവണ നമ്മൾ ഡിസ്കംഫർട്ട് ആകുന്ന ഒരു തോന്നൽ ഉണ്ടായാൽ അറിയാതെ ടച്ച് ചെയ്തതാണോ എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. സാധാരണ തിരക്ക് പിടിച്ച സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ടച്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ ആദ്യം തന്നെ സംശയിക്കും, ഇത് അറിയാതെ സംഭവിച്ചതാണോ അല്ലെങ്കിൽ മനഃപൂർവ്വം ആരെങ്കിലും ചെയ്തതാണോ എന്ന് നമ്മൾ ആദ്യം തന്നെ സംശയിക്കും. അത് സ്ഥിരീകരിക്കും ആദ്യം. ആരായാലും അത് ആദ്യം സ്ഥിരീകരിക്കും. തന്നെ മനഃപൂർവ്വം ഇയാൾ തൊട്ടതാണോ, മനഃപൂർവ്വം ഇയാൾ തോണ്ടിയതാണോ, അല്ലെങ്കിൽ അബദ്ധത്തിൽ അങ്ങനെ സ്പർശിച്ചു പോയതാണോ എന്ന് നമ്മൾ ആദ്യം ഒന്ന് നിരീക്ഷിക്കും. അയാൾ ബോധപൂർവം ചെയ്യുന്നതാണ് എന്ന് ബോധ്യപ്പെട്ടാൽ വീഡിയോ എടുക്കാനൊന്നും നിൽക്കില്ല. അപ്പോ തന്നെ പ്രതികരിക്കും. എന്താണ് അതിന്റെ പ്രശ്നം എന്ന് ചോദിക്കും. അതാണ് സ്വാഭാവികമായി സ്ത്രീകൾ ചെയ്യുക. തന്നെ അങ്ങനെ ഒരാൾ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ, സ്പർശിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ നമ്മൾ പെട്ടെന്ന് പ്രതികരിക്കും. സ്മിത സൈലേഷ് പറയുകയാണ് കേട്ടോ. ഇതെല്ലാം ഫേസ്ബുക്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട്, ഈ ഫോട്ടോയൊക്കെ അല്ലെങ്കിൽ ഈ വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിട്ട് ആ ഒരു മനുഷ്യൻ അയാളെ മരണത്തിലേക്ക് നയിക്കുക. അയാൾ ചെയ്തത് മനഃപൂർവ്വമാണോ? ഈ വീഡിയോ കണ്ടാൽ അറിയാം മനഃപൂർവ്വം ചെയ്തതല്ല എന്നറിയാം. അങ്ങനെയുള്ള നിരപരാധിയായ ഒരു മനുഷ്യനെ അയാളെ ഒരു പീഡനക്കാരനാക്കി മാറ്റി, പീഡനക്കാരനാക്കി ചിത്രീകരിച്ച് അയാളെ മരണത്തിലേക്ക് നയിക്കുക എന്ന ഒരു ക്രൂര വിനോദം, അതാണ് നമ്മൾ കണ്ടത്. അവസാനമായി എനിക്ക് പറയാനുള്ളത്, രാഹുൽ ഈശ്വർ പറയുന്നത് പോലെ കേരളത്തിൽ അടിയന്തരമായി വിമൻസ് കമ്മീഷൻ പോലെ ഒരു മെൻസ് കമ്മീഷൻ വേണം എന്ന് തന്നെയാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലിനെ പോലെ, ഇതാ ഈ മരണത്തിന് വിധേയനായ ദീപക്കിനെ പോലെ വ്യാജ പരാതികൾ, വ്യാജ ആരോപണങ്ങൾ. ഇതൊരു പക്ഷേ ഈ ബസ്സിൽ പോകുന്ന ഈ സ്ത്രീ ചെയ്തത് അവരുടെ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ഒരു സോഷ്യൽ മീഡിയ റീച്ചിന് വേണ്ടി അവർ ചെയ്തതായിരിക്കാം. നേരെ മറിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായി ഒരു ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ എതിർ പാർട്ടിക്കാരും അവന്റെ പാർട്ടിക്കാരും ഇരുകൂട്ടരും ചേർന്ന് നടത്തുന്ന ഒരു വേട്ട, അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ കാണുന്നത് കേട്ടോ. ഏതായാലും നമുക്ക് വരും ദിവസങ്ങൾ കാത്തിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന്. അപ്പോഴും ദേശാഭിമാനി എഴുതിക്കൊണ്ടേയിരിക്കും ക്രൂര പീഡകൻ, അല്ലെ, ഏറ്റവും വലിയ ഭീകരൻ, പീഡന വീരൻ എന്നൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വിശേഷിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഒരു കുറ്റവും ചെയ്തിട്ടില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് തെളിയുമ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്യേണ്ടത് തന്നെ അപകീർത്തിപ്പെടുത്തിയ ഈ സ്ത്രീകൾക്കെതിരെ, ഈ മീഡിയകൾക്കെതിരെ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോ ചർച്ച ചെയ്യാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.